ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 17. സ്ത്രീരാജ്യ വിജയം. റാണി സ്വരൂപ കുതിരയെ കെട്ടിയിടുന്നതാണ് ഈ ഒരു അധ്യായത്തിൽ. അനിരുദ്ധൻ്റെ യജ്ഞാശ്വം ആ കുതിര വലിയ വീരന്മാരെ കണ്ടുകൊണ്ട് സഞ്ചരിച്ച് അങ്ങനെ പല പല രാജ്യങ്ങളിൽ കൂടി കടന്നുപോയി. ഇന്ദ്രനീല രാജാവും ഹേമാങ്കദനും പരാജയപ്പെട്ടതറിഞ്ഞ് മറ്റു പല രാജാക്കന്മാർ യജ്ഞാശ്വത്തെ കെട്ടാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ അത് സഞ്ചരിച്ച് സുരൂപ എന്ന സുന്ദരിയായ കന്യക ഭരിക്കുന്ന സ്ത്രീ രാജ്യത്തെത്തി. അവിടെ പുരുഷന്മാർ രാജാവായി ഭരിക്കാറില്ല. അവിടെ ആരെങ്കിലും ഒരു സ്ത്രീയെ കാമിച്ച് സേവിച്ചാൽ അവൻ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകും. ആ നഗരത്തിൽ പുഷ്പങ്ങൾ നിറഞ്ഞ ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. യജ്ഞാശ്വം ആ നഗരത്തിൽ ചെന്ന് ഒരു പുളിമരച്ചുവട്ടിൽ നിന്നു. അവിടുത്തെ സ്ത്രീജനങ്ങൾ അതിനെ കണ്ടിട്ട് രാജ്ഞിയോട് വിവരം പറഞ്ഞു. രാജ്ഞി അതിനെ കാണാൻ പോകുകയും നെറ്റിമേലുള്ള ഫലകം വായിച്ച് രോഷാകുലയായി അതിനെ കെട്ടിയിട്ട് അതിനെ പാലിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. മറ്റു കുറേ കൂടി സ്ത്രീകളോടു കൂടി വന്ന് അസ്ത്രാസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ഹേമാങ്കദൻ അനിരുദ്ധനെ വിവരങ്ങൾ ധരിപ്പിച്ചു. അവിടെ രാജ്ഞിയാണ് ഭരിക്കുന്നതെന്നും രാജാവ് ജീവിച്ചിരിക്കുകയില്ലെന്നുമുള്ള കാര്യവും കുതിരയെ പിടിച്ചുകെട്ടി യുദ്ധത്തിനൊരുങ്ങി വന്നതാണെന്നുമുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. അവിടെ സ്ത്രീകൾ മാത്രമേ രാജ്യം ഭരിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ കാരണം ഹേമാങ്കദൻ പറഞ്ഞു. പണ്ട് ത്രേതായുഗത്തിൽ നാരീപാലൻ എന്നൊരു മണ്ഡലേശ്വരൻ ആ രാജ്യം ഭരിച്ചിരുന്നു. സിംഹളദ്വീപിൽ ജനിച്ച മോഹിനി എന്ന സുന്ദരിയായിരുന്നു രാജപത്നി. രാജാവ് അനേക വർഷം രാവും പകലും പോകുന്നതറിയാതെ അവളുമായി രമിച്ചുകൊണ്ടിരുന്നു. രാജ്യഭരണത്തിൽ അദ്ദേഹം യാതൊരു താൽപ്പര്യവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജ്ഞിയായിരുന്നു പ്രജകളെ നിയന്ത്രിച്ചിരുന്നത്. ഒരിക്കൽ തന്നെ കാണാൻ വന്ന അഷ്ടവക്രമുനിയെ രാജാവ് പരിഹസിച്ചു. അപ്പോൾ ആ മഹർഷി ആ രാജ്യം സ്ത്രീകൾ ഭരിക്കുമെന്നും പുരുഷൻ രാജാവായാൽ ജീവിച്ചിരിക്കുകയില്ലെന്നും ശപിച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളാൻ കൽപ്പിച്ചു. മുനിശാപത്താൽ തന്നെ രാജാവ് നപുംസകമായി മാറി. അദ്ദേഹം വ്യാകുലപ്പെട്ടുകൊണ്ടും സ്വയം നിന്ദിച്ചുകൊണ്ടും വീട് ഉപേക്ഷിച്ച് വിഷ്ണുഭജനത്തിൽ മുഴുകി ഭഗവത് പദം പ്രാപിച്ചു. അഷ്ടാവക്രൻ്റെ ശാപത്തെ ഭയന്ന് രാജാക്കന്മാർ അവിടെ ഭരിക്കാറില്ല. അനിരുദ്ധനും ഹേമാങ്കദനും ഇപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കെ രോഷാകുലരായ സ്ത്രീകൾ അവിടെ എത്തി ബാണവർഷം തുടങ്ങി. അനിരുദ്ധനാകട്ടെ താൻ എങ്ങനെ സ്ത്രീകളോട് യുദ്ധം ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കവേ രാജ്ഞിയായ സുരൂപ അനിരുദ്ധൻ്റെ സമീപത്ത് ചെന്ന് താൻ അദ്ദേഹത്തെ യുദ്ധത്തിൽ ജയിച്ച് തൻ്റെ ക്രീഡ മൃഗമാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിരുദ്ധൻ അവളോട് താൻ യുദ്ധത്തിന് ഒരുക്കമല്ലെന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ യജ്ഞാശ്വത്തെ അഴിച്ചുവിടണമെന്നും ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ ദർശിക്കണമെന്നും പറഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് പൂർവജന്മസ്മരണയുണ്ടായി. അവൾ മുൻ ജന്മത്തിൽ മോഹിനി എന്നു പേരായ ഒരു അപ്സരസായിരുന്നു. അവൾ ഒരിക്കൽ ബ്രഹ്മാവിനാൽ ആകൃഷ്ടയായി അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് തന്നെ വരിക്കുവാൻ അപേക്ഷിച്ചു. ബ്രഹ്മാവ് ആ അഭ്യർത്ഥന നിരസിച്ചപ്പോൾ അവൾ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുകയും തന്നെ വിവാഹം കഴിക്കണമെന്ന വരം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് അവളോട് അവളുടെ അടുത്ത ജന്മത്തിൽ അവൾ സ്ത്രീ രാജ്യത്തെ രാജ്ഞിയായിരിക്കുമെന്നും താൻ ശ്രീകൃഷ്ണൻ്റെ പൗത്രനായി അന്ന് ദ്വാരകയിൽ ജനിക്കുമെന്നും അന്ന് അവളുടെ മോഹം സാധിപ്പിക്കുമെന്നും പറഞ്ഞു. ഈ കഥ കേട്ട അനിരുദ്ധൻ അവളോട് ദ്വാരകയിലേക്ക് പോയിക്കൊള്ളുവാനും താൻ ദിഗ്വിജയം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ അവളെ സ്വീകരിക്കാമെന്നും പറഞ്ഞു. അതുകേട്ട് സ്വരൂപരാജ്യഭാരം മന്ത്രിണിയായ പ്രമീളയെ ഏൽപ്പിച്ച് കുതിരയെ തിരിച്ചുകൊടുത്ത് സ്വരൂപ ദ്വാരകയിലേക്ക് പോയി. ഹരേ കൃഷ്ണ.